2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ തീരാശാപമായ വാണിയമ്പലം റെയിൽവേ ക്രോസിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണുമെന്ന് LDF സ്ഥാനാർത്ഥി KK ദാമോദരൻ. വാണിയമ്പലം റെയിൽവേ ക്രോസിംഗ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. വിജയിച്ചു വന്നാൽ 1 വർഷത്തിനുള്ളിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതോടെ കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ജനങ്ങളുടെ ദുരിതം നേരിട്ട് കണ്ടറിയാനാണ് LDF സ്ഥാനാർത്ഥി KK ദാമോദരൻ വാണിയമ്പലത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ റെയിൽവേ ക്രോസിലെ യാത്രക്കാരുമായും നാട്ടുകാരുമായും ആശയവിനിമയം നടത്തി. വണ്ടൂരിൽ വികസന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് LDF പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാണിയമ്പലം പാലം ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ഈ സന്ദർശനത്തിലൂടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. വണ്ടൂരിലെ കുപ്രസിദ്ധമായ വാണിയമ്പലം ബ്ലോക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ ഒരു ചെറു പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇതുപോലത്തെ ഒരു കാത്തുനിൽപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വാഹനപ്പെരുപ്പം, കാൽനടയാത്രക്കാർ, ട്രെയിനുകളുടെ എണ്ണം, അതുപോലെ ഈ റോഡിൻ്റെ തന്ത്രപ്രാധാന്യം എന്നിവ ബോധ്യപ്പെടുത്തേണ്ടവരെ കണക്കുകൾ സഹിതം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒന്നാണിത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പട്ടിക്കാടും അതുപോലെ പുലിക്കല്ലൂരും. ഇപ്പോൾ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടൂരിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ വാണിയമ്പലത്തെ അപേക്ഷിച്ച് പുലിക്കല്ലൂരിൽ ഇതിൻ്റെ 100% വാഹനങ്ങളെ കടന്നു പോകുന്നുള്ളൂ. അത് സൂചിപ്പിക്കുന്നത് ഇത് ചെയ്യേണ്ടവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. ആയതിനാൽ ഈ വിഷയത്തിൽ ഞാൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അടിയന്തരമായി ഇടപെടുകയും 1 വർഷത്തിനുള്ളിൽ ഈ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പണി പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.